നമ്മൾ ഷീജ ഏജ് 41 അല്ലേ? അപ്പം കുറേ പ്രോബ്ലംസുമായിട്ടല്ലേ ഷീജ എൻ്റെ അടുത്ത് വന്നത്. നമ്മളിപ്പോൾ 2 months കഴിഞ്ഞിട്ട് ഇന്ന് റിവ്യൂ സെഷന് വന്നിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ റിവ്യൂവിന് വരാനുള്ള കാരണം? ഞാൻ വരുന്ന ടൈമിന് എൻ്റെ ഫേസ് ഒന്നും ഇതല്ലായിരുന്നു. അതായത് ഇവിടെ എല്ലാം ഇന്ന് താഴ്ന്നു വന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ആഗ്ന ഉണ്ടായിരുന്നു. അതായത് മുഖം നിറച്ച് മുഖക്കുരു, അതുപോലെ തന്നെ ഭയങ്കര പിമ്പിൾസിന്റെ അടയാളം, കണ്ണിനടിയിൽ നല്ല ഡെപ്ത് ഉണ്ടായിരുന്നു. ഓപ്പൺ പോസ് പറഞ്ഞില്ലേ? അതെ അതെ അതെ. അപ്പൊ ഒരു സിറ്റിംഗ് കഴിഞ്ഞപ്പം അല്ല, എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് ഹെവി മെൻസ്ട്രൽ ടൈമിലെന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ബ്ലീഡിങ് ആയിരുന്നു. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഇന്ന് എനിക്ക് ഓൾറെഡി ബ്ലീഡിങ് ആണ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഫസ്റ്റ് ഡേ ആയതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഫസ്റ്റ് ഡേക്ക് എനിക്ക് കഴിഞ്ഞ 2 മാസം മുൻപേ എനിക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ലായിരുന്നു. എത്ര വർഷമായിട്ട് അങ്ങനെ? അതെ, ഒരു 4-5 വർഷം കൊണ്ട് 4-5 വർഷം കൊണ്ട് പീരിയഡ്സ് ടൈമിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ബ്ലീഡിംഗ് ആയിരുന്നു. ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ ഒരു ഈ 2 മാസത്തിലും കിട്ടിയ 2 മാസം വെച്ചാൽ ഫസ്റ്റ് ടൈം ഇവിടെ വന്നതിന് ശേഷം തന്നെ എനിക്ക് ആ പീരിയഡ്സിന്റെ ആ ഒരു ഹെവി ഫ്ലോ അങ്ങ് കുറഞ്ഞു. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ ഫേസിലുണ്ട് എന്ന് വെച്ചാൽ ആക്നെ കുറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ അത്രയും അക്യുമുലേഷൻ നടക്കുന്നില്ല, ഇംപ്യൂർ ബ്ലഡിന്റെ അക്യുമുലേഷൻ നടക്കുന്നില്ല. അതിന്റെ റിഫ്ലക്ഷനാണ് ബോഡി തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എറൗണ്ട് മെനോപോസ് ടൈമിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇഷ്യൂസിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ ഡെപ്ത് ഉണ്ടായിരുന്നു, അതൊരു സിംറ്റമാണ്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലം കോസ്മെറ്റിക് ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സെക്രീഷൻസ് ഡൗൺ ആകുമ്പോൾ തന്നെ ഉള്ള ഇഷ്യൂസാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പിയാണ്. ഫസ്റ്റ് ടൈം എനിക്ക് ഫേസിനേക്കാൾ ഉപരി എനിക്ക് ആ ഒരു മെൻസ്ട്രൽ ആ ടൈമിനുള്ള ആ ഒരു ഹെവി ബ്ലീഡിങ് കുറഞ്ഞു. പിന്നെ ഒരു ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻ ആയിരിക്കും. പക്ഷെ അതെല്ലാം നോർമലായി, അതൊക്കെ കുറഞ്ഞല്ലേ? അപ്പം നമുക്ക് അവിടെ കറക്റ്റ് ഹോർമോൺ ഇൻഡ്യൂസ് വന്നിട്ട് പ്രൊഡക്ഷൻ വന്നിട്ട് അതെല്ലാം ആ ബ്ലഡ് എല്ലാം പൂർണ്ണമായിട്ടും പുറത്ത് പോകുന്നു. എന്നാൽ അധികം ഓവറായിട്ട് ഉള്ളിൽ ഡെപ്പോസിറ്റ് ആവുന്നില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബോഡി സെക്രീഷൻ എന്ന് പറയുന്ന അനേക കോടി സെക്രീഷൻസാണ്. ഒരു സെൽഫ് ഫോർമേഷൻ ആവശ്യമുള്ള എല്ലാ കണ്ടീഷനിലോട്ടുമാണ് ബോഡി കൊണ്ടുവരുന്നത്. അപ്പം അതാണ് ഈ ട്രീറ്റ്മെൻറ്റ്. മനസ്സിലായിട്ടാണല്ലോ? മനസ്സിലായത്. ഓക്കെ.